കാരണം ഞാൻ മനാഫ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് സംരക്ഷകർ? ഈ രക്ഷകരായി വരുന്ന ആളുകളുണ്ടല്ലോ, അതാരാണ്? ഓരോ ക്വാളിറ്റി എന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇറാനിൽ യുദ്ധം നടക്കുകയാണ്. ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ, ഈ യുദ്ധങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തകൃതിയായിട്ട് ഇന്ന് ഏകദേശം 10-ാം ദിവസമായി ഈ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു യുദ്ധം മുൻകൂട്ടി കണ്ടിട്ട് GCC രാജ്യങ്ങളായ ഈ അറബ് രാജ്യങ്ങൾ സംരക്ഷകനായിട്ട് കൊണ്ടുപോയി ഇരുത്തിയ ഒരു വിഭാഗമാണ് ഈ അമേരിക്കക്കാരൻ. എല്ലാ GCC രാജ്യങ്ങളിലും ഓരോ സംരക്ഷണത്തിനായിട്ട് അമേരിക്കൻ പട്ടാളത്തിന് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഈ ഒരു യുദ്ധം അന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയത്. ഇവർക്ക് സംരക്ഷണം നൽകും ഈ അമേരിക്കൻ പട്ടാളം എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഇവരൊക്കെ കൊണ്ടുപോയി ഇരുത്തിയത്. പക്ഷെ സത്യത്തിൽ ഇപ്പം എന്താ സംഭവിച്ചത്? ആരാണോ സംരക്ഷണം കൊടുക്കേണ്ടത് അവരെന്നെ ഓടി ഒളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ സംരക്ഷകൻ എന്നുള്ള അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെന്താണോ വർഷങ്ങൾക്ക് മുന്നേ ഈ അറേബ്യൻ രാജ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, അത് സത്യത്തിൽ ഇപ്പോൾ അവർക്ക് വന്ന് ഭവിച്ച്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പല ഭാഗങ്ങളിൽ ബോംബുകൾ വന്ന് വീഴുന്നു, ആൾനാശം ഉണ്ടാവുന്നു, സ്വത്തുനാശം ഉണ്ടാവുന്നു. ഇതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടേനും ഈ സംരക്ഷകർ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകളെ കൊണ്ടുവന്നിട്ട് ഓരോ സ്വന്തം രാജ്യത്ത് സ്വന്തം ചെലവിൽ, ഭയങ്കര ചിലവാണ്. ഈ അമേരിക്കൻ ബേസ് എന്ന് പറയുമ്പോൾ, ഒരു രാജ്യത്ത് അമേരിക്കൻ ബേസ് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഒരുപാട് ചിലവുകളുണ്ട്. വെറുതെ ഫ്രീ ആയിട്ട് വന്നിട്ട് അമേരിക്ക കൊണ്ടുവന്ന് ഒരു ബേസ് ഇടുകയല്ല ചെയ്യുക. അത് പോറ്റി വളർത്താൻ ഒരുപാട് ചിലവുണ്ട്. ഈ ചിലവുകളൊക്കെ വഹിച്ചിട്ട്, അപ്പോൾ ഈ ചിലവുകളൊക്കെ വഹിക്കുമ്പോൾ ഈ അറേബ്യൻ ഭരണാധികാരികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, നമുക്കൊന്നും വരാനില്ല, ഇനി ഇവിടേക്ക് ബോംബ് വരൂല, ഒരു തരത്തിലുള്ള അക്രമം വരൂല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കുമല്ലോ ഈ അമേരിക്കൻ പട്ടാളത്തിനെ ഓരോ രാജ്യത്തും കൊണ്ടുവന്നിട്ട് താമസിപ്പിച്ചത്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ ആരും ആരേക്കാൾ വലുതുമല്ല, ആരും ആരേക്കാളും ചെറുതുമല്ല. എല്ലാവർക്കും എല്ലാവരുടേതായ പവറും ശക്തിയും ഉണ്ട് എന്നുള്ളത് ഈ ഒരു വിഷയത്തിലൂടെ എല്ലാവരും മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.